പാപികളുടെ വിപരീതത്തെയെല്ലാം സഹിച്ച കുഞ്ഞാടേ, പാപികളുടെ വിപരീതത്തെയെല്ലാം സഹിച്ച കുഞ്ഞാടേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തിയെ എനിക്കും നൽകുകേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തിയെ എനിക്കും നൽകുകേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സകലത്തിന്മേലുള്ള ദൈവിക അധികാരത്തെക്കുറിച്ചും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്കും ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകുന്നു എന്നതിനെക്കുറിച്ചും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിന് കർത്താവ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് മർക്കോസ് 11:20 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നമുക്കും നൽകിയിരിക്കുന്ന പാഠമാണ്. ഒന്ന്, സകലത്തിന്മേലുള്ള കർത്താവിൻ്റെ അധികാരം. വിശുദ്ധ കർത്താവ് ഫലം നൽകാതെ നിൽക്കുന്ന അത്തിയിൽ ഇനി ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്നാണ് പറഞ്ഞത്. മർക്കോസ് 11:14. പിറ്റേ ദിവസം അത്തി ഉണങ്ങിപ്പോയതായി ശിഷ്യന്മാർ കാണുന്നു. അത്തി ഉണങ്ങണമെങ്കിൽ അത്തിയുടെ മേൽ കർത്താവിന് അധികാരം ഉണ്ടായിരിക്കണം. സകലത്തിന്മേലും അധികാരമുള്ളവനാ നമ്മുടെ കർത്താവ്. പച്ചവെള്ളം വീഞ്ഞാക്കി വെള്ളത്തിന്മേലും, കാറ്റിനെ ശാസിച്ച് അടക്കി പ്രകൃതിയുടെ മേലും, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് മരണത്തിന്മേലും, കുരുടന് കാഴ്ചയും പക്ഷവാത രോഗിക്ക് സൗഖ്യവും നൽകി രോഗശക്തികളുടെ മേലും അധികാരമുണ്ടെന്ന് നമ്മുടെ കർത്താവ് കാണിച്ചു തന്നു. അതെ, എൻ്റെയും നിൻ്റെയും മേൽ കർത്താവിന് അധികാരമുണ്ട് എന്ന് അവൻ ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നു. സാത്താൻ കർത്താവിന് നൽകുന്ന ഒരു പ്രലോഭനമുണ്ട്. എന്നെ നമസ്കരിച്ചാൽ ലോക അധികാരം നിനക്ക് തരാം. കർത്താവ് തർക്കിക്കുവാനൊന്നും പോയില്ല. എന്നാൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിക്കൊണ്ട് സാത്താൻ്റെ ശക്തിയെ തകർത്ത കർത്താവ് സാത്താനോട് പറയുന്നത്, എനിക്ക് നിൻ്റെ മേലും അധികാരമുണ്ട്. കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്. യേശു ക്രൂശിക്കപ്പെടുമ്പോൾ സാത്താൻ പറയും, ഞാൻ യേശുവിനെ തോൽപ്പിച്ചു എന്ന്. സാത്താൻ ആ വിധത്തിൽ പറയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൂചനയാണ് അത്തി ഉണക്കിയതിൽ കൂടി കർത്താവ് നൽകിയത്. അധികാരമുള്ളവനായ കർത്താവ് തുടർന്ന് ക്രൂശിക്കപ്പെട്ടു എങ്കിലും മൂന്നാം നാൾ മരണത്തിൻ്റെ ശക്തിയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റു. അതെ, നമ്മുടെ കർത്താവ് എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവൻ. എൻ്റെയും നിൻ്റെയും മേൽ അധികാരമുള്ളവൻ. അധികാരമുള്ള കർത്താവിന് കീഴ്പ്പെട്ട് നമ്മുടെ യാത്ര തുടരാം. 2, പ്രാർത്ഥനയുടെ ശക്തി. മർക്കോസ് 11:23 കർത്താവ് പറയുന്നത്, ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഫലിക്കുമെന്ന്. ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച കർത്താവ് ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് 2 വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തെ വ്യവസ്ഥ, ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. മർക്കോസ് 11:24. ലഭിക്കുന്നതിന് മുൻപേ ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇത് അല്പ പ്രയാസമുള്ള സംഗതിയാണ്. അതായത് കിട്ടിയിട്ടില്ല, എന്നാൽ കിട്ടിയെന്ന് വിശ്വസിക്കണം. ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ ചോദിച്ചാൽ ലഭിക്കും എന്ന കർത്താവ് നമ്മോട് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം ലൂക്കോസ് 11:11 വാക്യമാണ്. അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ലല്ല അപ്പം തന്നെ കിട്ടും. മീൻ ചോദിച്ചാൽ പാമ്പിനെ അല്ല മീൻ തന്നെ കിട്ടും. മുട്ട ചോദിച്ചാൽ തേളല്ല മുട്ട തന്നെ കിട്ടും. ഇത് മക്കൾക്കറിയാം. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികം നൽകും. അതുകൊണ്ട് ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. യാക്കോബ് 5:15 പറയുന്നത്, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും എന്ന്. പ്രാർത്ഥന രണ്ടാമത്തെ വ്യവസ്ഥ, പിഴകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. മർക്കോസ് 11:25. ക്ഷമിക്കാതെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ല. ക്ഷമിക്കാതെ അർപ്പിക്കുന്ന യാഗവും സ്വീകരിക്കില്ല. നമ്മുടെ പ്രാർത്ഥന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്
അതാ കർത്താവ് പറയുന്നത്. മത്തായി 6:5 ദീർഘമായി പ്രാർത്ഥിക്കും, ഉച്ചത്തിൽ പ്രാർത്ഥിക്കും, അറിവ് പ്രകടിപ്പിച്ച് പ്രാർത്ഥിക്കും, ആർക്കും മനസ്സിലാകാത്ത വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മറുപടി കിട്ടില്ല. യാക്കോബ് 5:16 പറയുന്നത്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. തുടർന്ന് ഏലിയ പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് യാക്കോബ് ലേഖനത്തിൽ പറയുന്നുണ്ട്. മഴ പെയ്യാതിരിപ്പാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. മഴ പെയ്യുവാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. യാഗവസ്തുവിനെ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ദഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു, അങ്ങനെ തന്നെ സംഭവിച്ചു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ തന്നെയായിരുന്നു. നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്ന ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം ഉത്തരം നൽകിയെങ്കിൽ നമ്മുടെയും പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പരിശോധിക്കാം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത്? ചോദിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെയാണോ നാം പ്രാർത്ഥിക്കുന്നത്? പാപമേറ്റു പറഞ്ഞ് പരസ്പരം ചെയ്തിട്ടുള്ള പിഴകളെ ക്ഷമിച്ചുള്ള പ്രാർത്ഥനയാണോ നാം നടത്തുന്നത്? നമ്മുടെ അനവധിയായ പിഴകളെ ക്ഷമിച്ച് നമ്മെ അവൻ്റെ പുത്രന്മാരാക്കി തീർത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സഹോദരൻ്റെ പിഴവുകളെ നാം ക്ഷമിക്കേണ്ടതല്ലേ? കർത്താവേ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനും തമ്മിൽ ക്ഷമിച്ചു പ്രാർത്ഥിപ്പാനും നിന്റെ അധികാരത്തിന് കീഴിൽ എല്ലായ്പ്പോഴും ആയിരിക്കാനും എന്നെയും സഹായിക്കണമേ. ആമേൻ. പാപികളുടെ വിപരീതത്തെയെല്ലാം സഹിച്ച കുഞ്ഞാടേ, പാപികളുടെ വിപരീതത്തെയെല്ലാം സഹിച്ച കുഞ്ഞാടേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്കും നൽകുകേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്കും നൽകുകേ.